പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ യൂട്യൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, പള്ളിക്കകത്ത് പട്ടക്കാരുടെ ചെരുപ്പ് ഉപയോഗിക്കാം, ജനങ്ങൾക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അൽമായക്കാർക്ക്. ആ വിഷയത്തെ പറ്റിയാണ്. പള്ളി ഒരു വിശുദ്ധ സ്ഥലമാണ്. പള്ളി എന്തിനാണ് വാസ്തവത്തിൽ ഉണ്ടാക്കുന്നത്? ദൈവത്തിന് വസിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ആരാധന നടത്തി നമ്മെ ദൈവത്തിങ്കലാക്കാൻ. കർത്താവ് പറഞ്ഞു, ഞാനും നിങ്ങളും ഒന്നായിരിക്കും, ഞാനും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും എന്നിൽ ഒന്നാകണം. ആ ഒന്നാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരാധനാലയമാണ് പള്ളി. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആരാധന നടക്കുമ്പോൾ, പ്രാർത്ഥന നടക്കുമ്പോൾ. അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വിശ്വാസി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആലയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അത് ശലോമോൻ ദേവാലയം ഉണ്ടാക്കിയപ്പോഴും കർത്താവ് പറഞ്ഞല്ലേ, നീ എന്തിനാ എനിക്ക് ആലയം പണിയണേ? ശലോമോൻ പറഞ്ഞു, നീ സ്വർഗത്തിൽ നടക്കില്ല, പക്ഷേ എനിക്ക് ഒരാലയം വേണം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം. അത് യഹോവ സംബന്ധിച്ചു. ഒരു അപാതയ്ക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ദൈവാലയമാണ്, ദേവാലയമല്ല ദൈവാലയം. ദേവാലയം ദേവൻ്റെ ആലയമാണ്, ദൈവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. എങ്കിലും നമുക്ക് കൂടി ഒരുമിച്ച് ആരാധന നടത്തണം. ഒറ്റയ്ക്കല്ല ആരാധന നടത്തേണ്ടത്, ഒരുമിച്ച് കൂടി ആരാധന നടത്തണം. ഒറ്റയ്ക്ക് ആരാധന വേണ്ടെന്നല്ല പറഞ്ഞ് ഒറ്റയ്ക്ക് പ്രാർത്ഥനയാവും, പക്ഷെ ആരാധന എപ്പോഴും ഇടവക ഒന്നിച്ചായിരിക്കണം, സമൂഹം ഒന്നിച്ചായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യവും. ഇപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞത്, ജനത്തിന് ചെരുപ്പിടാൻ പാടില്ല. അച്ഛൻ്റെ കാര്യം പിന്നെ പറയാം. പുറപ്പാട് പുസ്തകം 3:1 മുതൽ വായിക്കുമ്പോൾ മോശ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ്. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുവരുന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാൽ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. വളരെ അത്ഭുതമാണ് നടക്കട്ടെ. ഹോറേബിൽ പറയും, ഇങ്ങനെ അവനെ ആടുകളെ തീറ്റി ഇങ്ങനെ പച്ചപ്പുല്ല് കാണുന്നിടത്ത് തീറ്റി പോയി ഹോറേബ് ഓരോരോ ചെന്നു. ഹോറേബ് പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാണെന്നുള്ളോ അറിയപ്പെടുന്നു. അവിടെ വെച്ച് അവൻ നോക്കിയപ്പോഴേ ആ ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുക, പക്ഷെ അത് വെന്തു പോണില്ല. അതിന് നടുവിലൊരു ദൂതൻ, ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടായി മുൾപ്പടർപ്പ് കത്തിയിട്ടും അത് വെന്തു പോകാതിരിക്കണം? നമ്മുടെ ഈ സാധാരണ തീയല്ല അത്. പിന്നെ ദൈവം അഗ്നിയാണെന്ന് നമ്മൾ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ പറയാൻ കാരണം ദൈവം മുഴുവൻ വെളിച്ചമാണ്, അതുകൊണ്ടാണ് അഗ്നിയാണെന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ തീ കത്തിക്കുന്ന തീയല്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അവൻ വസിക്കുന്നത്. ഇരുട്ടത്ത് വസിക്കുന്നുണ്ട്. ചിലർ അതിനടുത്തോട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്, ഇരുട്ടത്ത് എന്ത് അവന് വസിക്കാൻ പറ്റില്ലേ? ഈ ഇരുട്ടും വെളിച്ചമൊക്കെ അവൻ്റെ വെളിച്ചം നമ്മളിലേക്ക് വരുന്നതാണ് വെളിച്ചം. അവനാ വെളിച്ചം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടായി. സൂര്യൻ്റെ ഇരുട്ടിൻ്റെ കാര്യമില്ല കേട്ടോ പറഞ്ഞത്. മോശ കൽപ്പനകൾ മേടിക്കാൻ ചെന്നപ്പോൾ അവൻ വെളിച്ചം മുഴുവൻ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ മോശ എത്തുവും, മരിച്ചു, അവിടെ വീഴും. അവന് കൽപ്പനയും കൊടുക്കാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ തേജസ് അവൻ കുറച്ചു. ദൈവം അവൻ്റെ തേജസ്, ആ വലിയ ഉജ്ജ്വല തേജസ്സായി, ആ വലിയ പ്രകാശം കുറച്ചു, ഇരുട്ടാക്കി. എന്നിട്ട് ദൂതൻ്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത് കൽപ്പനകൾ, 10 കൽപ്പനകൾ. ആ 10 കൽപ്പന അടങ്ങിയ 2 കൽപ്പനകൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ മോശ
ദൈവം യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവൻ മരിച്ചു വീഴോടെ. അവൻ്റെ ആ തേജസ് കാണാൻ അവൻ്റെ കണ്ണിന് കഴിവില്ല, ശക്തിയില്ല. അതുകൊണ്ട് ഒരു പ്രകാശം, അത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കോടിയിൽ ഒരു അംശം എന്നൊക്കെ പറഞ്ഞാലും ശരിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതാണ് മുൾപ്പടർപ്പ് കത്ത് പോവാത്തത്. തേജസ്സാണ് അവിടെ കണ്ടത്. അവരത്ഭുതമായിട്ട് അവർ തോന്നി. അവനിങ്ങനെ നോക്കിയിരുന്നു. ഇതെന്തൊരു ഇടപാടാണത്. തീ കത്തിട്ടുണ്ട്, മുൾപ്പടർപ്പ് എന്തു തോന്നുന്നില്ല. അവൻ അടുത്തെത്തിയപ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവൻ കാണുന്നത്. അപ്പം ഞാൻ വായിക്കാം. പിന്നെ ഈ വലിയ കാഴ്ച എന്താണ്, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ എന്ന് വിളിച്ചു. ദൈവമാണ് വിളിച്ചത്, ദൂതനല്ല. ദൈവത്തെ കാണാൻ പറ്റൂല, ദൂതനെ കാണാൻ പറ്റും. അപ്പോൾ മോശയ്ക്ക് ഒരു അത്ഭുതമാണതെന്നും അവിടെ ദൈവദൂതൻ നിൽക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് നാം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുത്തിയത്. മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഞാനിതായെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളയുക എന്ന് പറഞ്ഞു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് അടുക്കരുത്. നമ്മളെ പള്ളിയിൽ ഹൈക്കലായിട്ട് ഒരു അഴിയിട്ട കിടണ്ടോ, വേലി കെട്ടണുണ്ടോ? അങ്ങോട്ട് അടുക്കരുത്. കൊച്ചു പിള്ളേർക്ക് മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ, പുരോഹിതന്മാർക്ക്. ജനത്തിന് പുറത്ത് പ്രാകാരത്തിൽ അഴിക്കകത്ത് കിടക്കാൻ നമുക്ക് നേരമില്ല. അയൽമാക്കാർക്ക് ഈ അഴിക്കാണ് അവിടെ. മോശം പറഞ്ഞ് അടുക്കരുത്. ഈ സ്ഥലം വിശുദ്ധമായാണ്, നിന്റെ കാലിൻ്റെ ചെരുപ്പെടുത്ത് മാറ്റ്. വേറെ വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ട്. പാപമാകുന്ന ചെരുപ്പ് മാറ്റാനും അങ്ങനെ വ്യാഖ്യാനിക്കലും തെറ്റില്ല. എന്നാലും ഇവിടെ ചെരുപ്പ് മാറ്റാൻ തന്നെ പറയണം. പാപമാകുന്ന ചെരുപ്പ് നല്ല പറയണം. നീ ചെരുപ്പ് മാറ്റ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. പാപമാണെങ്കിലും നിന്റെ പാപങ്ങൾ മാറ്റി വയ്ക്കാൻ. അതുകൊണ്ടാണ് അൽമായക്കാർക്ക് ചെരുപ്പ് പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പള്ളിയിൽ കിടക്കുമ്പോൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ വലിയ തേജസ് ഇവിടെ ഉണ്ട്. ആ തേജസ് അത് വർണ്ണനാതീതമാണ്. അതിൻ്റെ അളവോ അതിൻ്റെ രശ്മിയുടെ ഉഗ്രഭാവമോ ആ ശോഭയുടെ പ്രതാപമോ അതിൻ്റെ അത്യുഗ്രമായ ശോഭയോ വെളിച്ചമെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അപ്പോൾ മോശ കണ്ടതുപോലെയുള്ള ഒരു വെളിച്ചം ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രകാശമാണ് എന്ന് ചിന്തിച്ച് പാപബോധം വന്ന് അനുതാപത്തിരിക്കലേക്ക് വരണം. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. ദൈവം ചെരുപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അച്ഛന്മാർ ചെരുപ്പ് ഉപയോഗിക്കുന്നു? പഴയ നിയമ ബലിയിലെ പുരോഹിതന്മാർ ചെരുപ്പ് ഉപയോഗിച്ച് കാണുവാൻ സാധ്യതയില്ല. എന്നാൽ പുതിയ നിയമ ബലിയിൽ വിശുദ്ധ കുർബാനയിൽ കർത്താവ് ചെരുപ്പ് ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നത് ലൗകിക ബന്ധങ്ങളിൽ നിന്ന് പുരോഹിതൻ ഒഴിഞ്ഞിരിക്കണം. തയ്യാറാക്കാനും തീർച്ചയായിട്ടും എപ്പോഴും എവിടെ ചെന്നാലും ചെരുപ്പ് ഉപയോഗിക്കണം, ഊരാൻ പാടില്ലെന്ന്. എന്നാൽ വിശുദ്ധ കുർബാന ചെല്ലുവാൻ വരുന്ന പട്ടക്കാരൻ ചെരുപ്പ് ഉപയോഗിക്കണം. കാലം ചെയ്ത കടവിലെ കൊച്ചു തിരുമേനി ഡോക്ടർ പൗലോസ് മാർ അത്താനാസസ് തിരുമേനി ഞങ്ങളെ പഠിപ്പിച്ചത്, കുളി കഴിഞ്ഞാൽ ചെരുപ്പ് അപ്പം തന്നെ ഇട്ട് പിന്നെ ചെരുപ്പ് ഊരാൻ പാടില്ല. കിടക്കാൻ നേരത്തല്ലാതെ പിന്നെ ചെരുപ്പ് ഊരാൻ പാടില്ല. തലേ ദിവസവും വൈകിട്ട് കുളി കഴിഞ്ഞ് കിടക്കണം. 8 മണിക്കെങ്കിലും ഉറങ്ങിയിരിക്കണം. ഒരുക്ക കാര്യങ്ങളൊക്കെ പറ്റി ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ കിടക്കുന്നില്ല. രാവിലെ കുളിക്കുന്നെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെ ചെരുപ്പിട്ടോളണം. പിന്നെ ചെരുപ്പ് മാറ്റാൻ പാടില്ല. ഭക്ഷണം കഴിക്കാനിരുന്നാൽ എവിടെ ഇരുന്നാലും ചെരുപ്പ് പിന്നെ വേണം. അപ്പോൾ ചെരുപ്പ് സൂചിപ്പിക്കുന്ന ലൗകിക ബന്ധങ്ങളിൽ നിന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും
പട്ടക്കാരൻ ഒഴിഞ്ഞിരിക്കണം, അതിൻ്റെ സൂചനയാണത്. അതിൽ പള്ളിയകത്ത് കിടന്നാലോ അച്ഛൻ ഉപയോഗിക്കുന്ന സാധാരണ ചെരുപ്പ് മധുവായിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മളത് അച്ഛന്മാരത് ഊരി നമസ്കാര മേശയുടെ അടിയിൽ വയ്ക്കുകയാണ്. ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ, കാല് കഴുകി മെതിയടി ഉപയോഗിച്ചാണ് പള്ളിയകത്തേക്ക് കിടക്കുന്നത്. അതൊക്കെയാണ് ശരിയായ രീതികൾ. നമുക്ക് ഊർജവും ശക്തിയും ജീവിതത്തിൽ നൽകുന്ന വിശുദ്ധ കുർബാനയാണ്. സത്യമായ സ്വർഗീയ ആരാധനയാണ് നമ്മൾ നടത്തുന്നത്. സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പതിപ്പാണത്. യെശയ്യാവ് 6:1 മുതൽ വായിക്കുമ്പോൾ നീ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ അട്ടഹസിക്കുന്നതൊക്കെ കാണാല്ലേ. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട് ആണിപ്പാടുകൾ കാണിച്ചുകൊണ്ട് മധ്യസ്ഥത നടത്തുന്നുണ്ട്. റോമർ 8:34 വായിക്കുമ്പോഴേ ആ മധ്യസ്ഥത ബലിയോടുകൂടി നമ്മൾ ചേരുകയാണ് വിശുദ്ധ കുർബാനയിൽ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ കൂടെ പിതാവിന് സമർപ്പിക്കുന്നതാണ് വിശുദ്ധ ബലി കുർബാന. അപ്പോൾ കാലുകൾ പുറത്ത് വെച്ച് ഇപ്പം ഇങ്ങനെ കാലുകൾ കിഴക്കുകാരനൊക്കെ മൊസൈക്ക് മാറിയപ്പോൾ ടൈൽസും മറ്റൊക്കെ ആയതുകൊണ്ട്, ഗ്രാനൈറ്റ് ടൈൽസൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കഴുകുമ്പോൾ തെന്നിപ്പോകാൻ അതിനൊക്കെ സാധ്യതയുണ്ട്. അത് വൃത്തികേടാവും എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴും മെരിയടി ഉപയോഗിക്കുന്ന പള്ളികൾ ധാരാളമുണ്ട്. ഈ മെരിയടി ഉപയോഗിക്കാൻ വിഷമാണെങ്കിൽ നനഞ്ഞാൽ കുഴപ്പമില്ലാത്ത ചെരുപ്പുകൾ ഒരു 3-4 ജോഡി വാങ്ങിച്ച് അവിടെ ഇട്ടിരുന്നാൽ, പള്ളിയിൽ നിന്ന് അതിനുള്ള ക്രമീകരണം ചെയ്താൽ ആ ചെരുപ്പ് ഉപയോഗിച്ച് അച്ഛൻ പള്ളിയകത്ത് കിടന്നോളും. അവിടെ നമസ്കാര മേശയുടെ അടിയിൽ ഊരിയിടുക. ചില പള്ളികളിൽ ആ നടയിലാണ്, മധുവായിലേക്ക് കയറി പോകുന്ന നടയിൽ അതിൻ്റെ താഴെയോ, നടയിലായിരിക്കില്ല താഴെയായിരിക്കും ഈ ചെരുപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ഈ സാധാ ചെരുപ്പുകൾ, അച്ഛനിട്ടത്തെ ചെരുപ്പുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ല, ചില പള്ളികളെ തന്നെ കാണുന്നു. അത് ശരിയല്ല. അത് നമസ്കാരം മേശയിലെ അടിയിലാണ് ഇടുന്നത്. അത്ര പരിഭാവനമായിട്ട് നമ്മളാണത് കരുതുന്നത്. അവിടെ വെച്ച് മതപാലോപിക്കുന്ന ചെരുപ്പിച്ച് പോവുകയാണ്. പള്ളിയുടെ 3 നട, അത് ഗോകുൽത്തായിലേക്ക് കർത്താവിനെ ക്രൂശിൽ തൂക്കം കൊണ്ടുപോയപ്പോൾ ആ ഗോകുൽത്തായിലേക്ക് കയറിയപ്പോഴും ഒരു 3 സ്റ്റെപ്പുകൾ അവിടെ മലയുടെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു പറയണം. ആ 3 സ്റ്റെപ്പുകൾ ഗോകുൽത്താ മലയുടെ മുകളിലേക്ക് കയറുന്ന ആ 3 മലയുടെ ഭാവങ്ങൾ, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മലകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ പോയി. അവിടെയൊക്കെ വലിയ വലിയ പള്ളികളൊക്കെ ആയി. അതിനെ സൂചിപ്പിക്കുന്നു ആ 3 സ്റ്റെപ്പുകൾ. ചിലത് 5, ചില 7 പണിയുന്നവരുണ്ട്. പിന്നെ ആ 3 വിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ള വ്യാഖ്യാനമുണ്ട്. നമ്മുടെ എല്ലാ പ്രതീകങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ്, പ്രതീകങ്ങൾ കൂടി നമ്മൾ ആരാധിക്കുന്നത്. അതേ സാധിക്കുള്ളൂ. പ്രതീകങ്ങൾ തെറ്റാർത്ത് പറയുന്നവരുണ്ട്, നമ്മളത് അംഗീകരിക്കണ്ട. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ചെരുപ്പിൻ്റെ കാര്യം ഒന്ന് പള്ളിക്കാർ ശ്രദ്ധിച്ചാൽ അത് നന്നായിരിക്കും എന്ന് പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കാസായി മിലാസ എടുത്തുകൊണ്ട് പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് വരുമ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ജനത്തിന് വേണ്ടി വിശുദ്ധ കുർബാന അനുഭവിക്കുകയാണ് അച്ഛൻ. വിശുദ്ധ കുർബാന അച്ഛൻ അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പഴയ നിയമം. നോർമൽ ശരിയാണെങ്കിൽ 1876 എഴുന്നള്ളി വന്ന പരിശുദ്ധ പത്രോസ് തൃതീയൻ പത്രീസ്വാമ തിരുവനസുകൊണ്ടാണ് അപ്പോൾ കുർബാനയ്ക്ക് കൊടുക്കുന്നത് ചില ക്രമക്കേടുകൾ ഉണ്ടാക്കുമെന്ന് വരിയിൽ കുർബാന കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ള അനുവാദം തന്നത്. അതിനു മുമ്പൊക്കെ കുർബാന കൊടുക്കുന്നത് അച്ഛൻ കാസായി മിലാസ എടുത്തുകൊണ്ട് തിരിച്ചു വന്ന്, അല്ലെങ്കിൽ അതിന് വരുന്നതിന് മുമ്പ് കൊടുക്കുന്ന ശീലമാണ്. മലങ്കര കത്തോലിക്ക സഭയിലൊക്കെ അച്ഛൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്ന് പ്രാർത്ഥന ചൊല്ലിയിട്ട് വീണ്ടും തിരിച്ചുപോയി
ആളുകൾ കുർബാന കൊടുത്തിട്ടാണ് പിന്നെയും ഇത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഒരാളിനോട് സംശയം ചോദിച്ചു. അത് ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന ഒരു പയ്യനാണ്. ഈ അച്ഛന്മാർ കുർബാന അനുഭവിക്കുമ്പോൾ വെള്ളം കുടിക്കാമോ? എപ്പോഴാ? കാസിം മിലാസ് എടുത്തോട്ട് പഠിച്ചാട്ട് വരുന്നതിന് മുമ്പ് കുർബാന അനുഭവിക്കുമ്പോൾ വെള്ളം കുടിക്കാമെന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പാടില്ല. ചില അച്ഛന്മാർ വെള്ളം കുടിക്കുന്ന ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ഉണ്ടാവില്ല. അപ്പോൾ അവൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല കേട്ടോ. ശംശോനീസോ പാത്രത്തിലെ വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ശംശോനീസോ പാത്രം എന്നൊക്കെ അറിയാം. ആദ്യം വീഞ്ഞും വെള്ളം കൂടിച്ചേർത്ത് കാസായിൽ ഒഴിക്കുന്ന ആ പാത്രം അതവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ടാവും. കാരണം അച്ഛൻ്റെ ഈ കൈവിരലുകൾ മുക്കാനാണ്. കണ്ണിപ്പിൻ്റെ ശുശ്രൂഷ നടത്തുമ്പോഴും കുർബാന അനുഭവിക്കുമ്പോഴൊക്കെ കയ്യിൽ പറ്റിയിരിക്കുന്ന കുർബാനയുടെ അംശങ്ങൾ താഴെ വീണ് പോകാതെ അത് കഴുകാനുള്ളൊരു പാത്രവും അത് തുടയ്ക്കാനുള്ളൊരു തുണി അവിടെ ഉണ്ടാവും. ആ പാത്രത്തിൽ വെള്ളം പോലും കുടിക്കാൻ പാടില്ല. കാരണം കുർബാന അതിൽ വീണിട്ടുണ്ടാവും, കുർബാന അതിൽ ലയിച്ചിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് വെള്ളം ശുദ്ധിയാവില്ല. കുർബാനയെ മാത്രമേ കർത്താവ് വാഴ്ത്തിട്ടുള്ളൂ. ശംശോനീസ പാത്രത്തിലേക്ക് വെള്ളത്തെ അച്ഛൻ വാഴ്ത്തുന്നില്ല. വാഴ്ത്താനും പാടില്ല. അത് കുർബാനയായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അച്ഛന്മാരത് കുടിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ കുടിക്കണം കണ്ടു എന്നൊക്കെയാണ് പയ്യൻ പറയുന്നത്. എനിക്കത് പൂർണ്ണമായിട്ട് അറിയില്ല. അങ്ങനെ ആരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കാരണം ഏതാണ്? കുർബാന വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടാവും കൈ വിരലുകൾ മുക്കുമ്പോഴേ. അതുകൊണ്ട് ആ വെള്ളം ഭക്ഷിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കുർബാന വാഴ്ത്തിയതാണ്. ബാറേക്കാദേശ് പറഞ്ഞ് അച്ഛൻ വാഴ്ത്തുന്ന അച്ഛനല്ല, കർത്താവ് തന്നെയാണ്. പക്ഷെ അതിൽ വെള്ളം വാഴ്ത്തപ്പെട്ട വെള്ളമല്ല. വാഴ്ത്തപ്പെട്ട കുർബാനയ്ക്ക് വെള്ളം വാഴ്ത്തേണ്ട കാര്യമില്ല. ആ വെള്ളവും ഇതായിട്ട് അതിന് ബന്ധമില്ല. കുർബാനയായിട്ട് ഒരു ബന്ധമില്ല. ആ കൈവിരൽ മുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുർബാനയ്ക്ക് കാസിം മിലാസ് തിരിച്ചു വന്ന് കൃതജ്ഞതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഹുതുബയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ വിശുദ്ധ കുർബാന അനുഭവിച്ച് അത് പൂർത്തിയാക്കി കാസായി മിലാസ് കുർബാന പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം കാസായും മിലാസയിലും കുർബാന ഒട്ടുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ശംശോനീസ പാത്രത്തിൽ വെള്ളം മുഴുവൻ കുടിക്കാം. അങ്ങനെ ചെയ്യാറുള്ളൂ. മറിച്ച് ആരും ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യാറുള്ളൂ. അതാണ് നമ്മുടെ പാരമ്പര്യമൊന്നുമല്ല, അതാണ് അതിൻ്റെ സത്യവും. അപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാന ശ്രേഷ്ഠമാണ്, പരിശുദ്ധമാണ്, സ്വർഗീയ ആരാധനയാണ്. നമ്മുടെ സഭ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശക്തിയാണ്. പിന്നെ പിതാക്കന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും കാലീന ശ്രേഷ്ഠ ബാവായുടെയും നമ്മുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഈ സഭ നിലനിൽക്കുന്നത്. അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.